ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. ഇപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പറയാമെന്ന്, വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാം, നമ്മൾ വീഡിയോ എടുത്തേ പറ്റൂ. നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അല്ലേ. അപ്പോൾ ഒരു ദിവസം കൂടെ പിന്നെ വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അതുകൊണ്ടാണ് അച്ഛൻ്റെ സഞ്ജയനായിരുന്നു നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുക. എന്താ വെച്ചാൽ നമുക്ക് ജീവിച്ചേ പറ്റൂ. ഞാൻ മരിച്ചവരേക്കാൾ കഷ്ടപ്പെടണം ഈ ലോകത്ത് ജീവിക്കാൻ. അപ്പോൾ അങ്ങനെ കുറേ കാരണം നമ്മുടെ ലൈഫിലുള്ളതുകൊണ്ടാണ് കേട്ടോ. ആരും ഇതിൽ നെഗറ്റീവായിട്ട് കൊണ്ടുവരരുത്. വീണ്ടും പറയുകയാണ്. കുറേ ആൾക്കാർ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കാത്തതാണ് ഞാൻ അറിഞ്ഞിട്ടില്ല. പൊന്നുവിൻ്റെ കമൻറ്റ് ബോക്സ് കൊണ്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോയതിന് അമ്മ ഒരുപാട് നെഗറ്റീവ്സ് വന്നു. പിന്നെ നമ്മൾ കാര്യമൊക്കെ ഉണ്ടാകും വെച്ചാൽ നമ്മളവരോട് പറയുന്നുണ്ട്, നമുക്ക് പ്രമോഷനാണ്, നമുക്കത് ചെയ്തേ പറ്റും. അവർക്ക് ഇത് നമ്മളോട് ഒരു മാസം മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ നോക്കി ഡിസംബറിൽ അവരുടെ കടയിൽ ഇത് ചില്ലറക്കണം നല്ല ആർക്കാ ഞാൻ കയറ്റിയത് ശബ്ദം വണ്ടിയിട്ട് വന്നപ്പോൾ. അപ്പോൾ അതവർ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മളൊരു ഇതിൽ ചെയ്യുമ്പോൾ അവർ നമ്മളെ വിളിക്കുമ്പോൾ നമുക്കത് മാറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ അപ്പോൾ ഒരാഴ്ച മുന്നേ ഇട്ടാണ് കേട്ടോ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഒരു ഇത്. പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, അത് ഇതിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ചോദിച്ചു, ഇന്ന് അതാവാം. നമുക്ക് വീട്ടിലല്ല ഇപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള നേരമൊക്കെ അനിയൻ്റെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടാണ് നിൽക്കുന്നത്. രാവിലെ 5:30 എണീച്ച് അനിയുടെ കുളിച്ച് ഒരു 5:45 നമുക്ക് ബലിയിടാൻ പോകും. ബലിയിട്ട് കഴിഞ്ഞാൽ അനിയുടെ വീട്ടിലേക്ക് വരും കേട്ടോ. ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാർക്ക് സ്കൂളിൽ പോകണ്ടേ. അപ്പോഴേക്കും നമ്മളെല്ലാവരും നമ്മൾ ഫാമിലി എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു 40 പേരുടെ അടുത്തുണ്ട് അല്ലേ. നമ്മുടെ ഫാമിലി എല്ലാവർക്കും കൂടി ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അറിയാലോ. 40 ആൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുക പറഞ്ഞാൽ എനിക്കതൊരു പണ്ടത്തെ കാലത്താണെങ്കിൽ തറവാട് വീടുള്ള കാലഘട്ടത്തിലാണെങ്കിൽ നമുക്കിതൊരു വിഷയമില്ല. നമ്മളന്ന് ഇതുവരെ കുറേ ഉണ്ടാക്കിയത്. പക്ഷെ അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും വെവ്വേറെ സെപ്പറേറ്റ് ആയിപ്പോൾ എല്ലാവരും കുഞ്ഞ് ഫാമിലിയായി മാറി. ഉള്ളതിൽ എപ്പോഴും വലിയ ഫാമിലി നമ്മുടെ ആണെന്നൊക്കെ തോന്നുന്നു അല്ലേ. ഞങ്ങൾക്ക് മാത്രമാണ് 4 മക്കളും കാര്യങ്ങളും. ഇപ്പം അച്ഛന് 7 മക്കളുണ്ടെങ്കിൽ 7 മക്കൾ എല്ലാവർക്കും 2 മക്കളാണ്. ഞങ്ങൾക്ക് മാത്രം 4 മക്കളുള്ളൂ. പേരക്കുട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേരക്കുട്ടികളുണ്ട് അല്ല, ഫാമിലി വലുത് ഞങ്ങളുടെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് വരുമ്പോഴേക്കന്നെ നമുക്കൊരു ചെറിയ കോൾ വന്നിട്ട്, വേറെ ഒന്നല്ല, എൻ്റെ അമ്മായിയുടെ 70ാം പിറന്നാൾ ക്ഷണിക്കാൻ വേണ്ടി അമ്മായി വിളിച്ചത്. അമ്മായി 2 ദിവസമായി തോന്നിട്ട് ഫോണിലടിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞില്ലേ, ഫോൺ എടുക്കാനോ പിടിക്കാനോ ഒന്നിനൊരു ടൈമോ കാര്യങ്ങളോ ഇല്ല. ഈ ഓട്ടപ്പാച്ചൽ തന്നെ ഉണ്ടാവുള്ളൂ. സ്കൂളിൽ പോലും ട്യൂഷനും കൊണ്ടില്ല. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒന്നിനും ടൈം കിട്ടുന്നില്ല. ഫോൺ നോക്കാറില്ല. പിന്നെ പ്രത്യേകിച്ച് ഞാൻ എന്നെ വിളിക്കാനുള്ളത് എൻ്റെ കുഞ്ഞിന് മാത്രമേ വിളിക്കാനുള്ളൂ. പിന്നെ വേറെ ആരും വിളിക്കാനില്ലല്ലോ. അത്യാവശ്യക്കാരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, നമ്മുടെ വീഡിയോ കണ്ടവരാണെങ്കിൽ മനഃപൂർവ്വം നമുക്ക് ഒന്നിനൊരു സാഹചര്യം ഒന്നും സെറ്റല്ല. അതുകൊണ്ടാണ്. അപ്പോൾ അമ്മായി വിളിച്ചത് അമ്മായിയുടെ 70ാം പിറന്നാൾ ക്ഷണിക്കാൻ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കൊന്നും ഇല്ല. എന്നാലും ആ ഒരുപാട് ആൾക്കാരില്ലെങ്കിൽ ആ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഞങ്ങളെ അല്ലേ ഉൾപ്പെടുത്തിയത് നമുക്കൊരു സന്തോഷം. അമ്മായി ഓർത്തല്ലോ ആ ഒരു പരിപാടി നടത്തുമ്പോൾ എന്നെ ഓർത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പം അതാണ് ഫോൺ കട്ട് ചെയ്തത്, വേറെ ഒന്നുമല്ല ഞാൻ കേട്ടാ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടുണ്ടായിരുന്നു, അതായിട്ടാ ഞാൻ വായിക്കാൻ പോണത്. അനുവേട്ടൻ നല്ലോണം ക്ഷീണിച്ചു പോയി കേട്ടോ. ഈ അമ്മയെയും അച്ഛനെയും ഒത്തിരി ഇഷ്ടം. അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളതാണ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ ഏറ്റവും ഹാപ്പിനെസ്. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ നിൽക്കണേനും ഒരുപാട് ആൾക്കാർ നമ്മളെ കാണുമ്പോൾ സ്നേഹിച്ച് ഓടി വന്ന് നമ്മളോട് വർത്തമാനം പറയാനാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ. ക്ഷീണം അല്ല പറഞ്ഞ മനസ്സിനും മൊത്തത്തിൽ ക്ഷീണമാണ്. എന്നാലും കാര്യമില്ല, ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ക്ഷീണമാണ്. ഇനിയും കൂടുതൽ ക്ഷീണമായി. ഇപ്പോൾ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ തീർച്ചയായും. കണ്ടന്റ് ചോദിച്ചാൽ നമുക്ക് കണ്ടന്റിന് കുറവില്ല ചോദിച്ചാൽ ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിൽ ഞാൻ ഒരു കുക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഡെയിലി എൻ്റെ വീഡിയോയിൽ കാണിക്കാറ്. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി അത് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്, വായിലൊതുങ്ങാത്ത പേരുള്ള കറികളോ വായിലൊതുങ്ങാത്ത സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് ടേസ്റ്റിൽ മക്കൾക്കായാലും ഭർത്താവിനും കൊടുക്കാൻ പറ്റും കുറച്ച് ഫുഡുകൾ. ഭർത്താവിനും മക്കൾ മാത്രമല്ല എല്ലാവർക്കും കൊടുക്കാട്ടല്ല ഞാൻ വയ്ക്കുന്നത്.
ഇപ്പം ഈ കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെ കുട്ടികൾക്കൊന്നും ഫുഡ് ഉണ്ടാക്കാറില്ല. അവർ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കന്നി നാട്ടിൽ പോവുക, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ഉപകാരമാണ് ഈ ചെറിയ ചെറിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കും. ഞാൻ ഒരുപാട് വളഞ്ഞ് മൂക്കി പിടിച്ച് കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ്, അതാണ് എൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ അതിനല്ലാണ്ടല്ല ചില നിമിഷങ്ങളിൽ ഇപ്പോൾ എനിക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനോ വീഡിയോ വരാം. അപ്പോൾ ചില നിമിഷങ്ങളിൽ ഞാൻ ഇങ്ങനെ ചെയ്യിപ്പിച്ച് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഫോൺ വിളിക്കാനോ കാര്യങ്ങൾ ചോദിക്കാനോ പറ്റില്ല. അങ്ങനത്തെവർക്ക് ചോദിക്കാനുള്ള കാര്യം ചോദിക്കാനും കൂടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത്. ഓക്കെ. പിന്നെ ഹായ് ചേച്ചി, സുഖമാണോ? ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ? ഇപ്പോൾ ഹെൽത്ത് ഓക്കെ ആണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ദിവസം മുന്നേ മലങ്കരയിൽ ഒന്ന് കയറി ഇറങ്ങി. മലങ്കര ഹോസ്പിറ്റലിൽ അവിടെ ഒന്ന് കയറി ഇറങ്ങി. കുറച്ച് നേരം കാഷ്വാലിറ്റിയിലൊക്കെ പോയിട്ട് ക്ഷീണമല്ലേ, അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ്റെ വേദനയുടെ മരുന്നും കയറ്റി ഒരു ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകണു, അല്ലാണ്ട് എന്ത് ചെയ്യും. ഹലോ, എന്നും കാണാറുണ്ട്, നല്ല ഫാമിലി, ഇഷ്ടം കൊണ്ട് പറയുക. ഇന്ന് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതായത് കുറച്ച് മലയാളം കുറച്ച് ഇംഗ്ലീഷാണ് എഴുതിക്കുന്നത്. അപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഞാൻ വായിക്കാൻ നിൽക്കാം. ഒന്നാമത്തെ കണ്ണിൻ്റെ കാഴ്ച നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹലോ, എന്നും കാണാറുണ്ട്, നല്ല ഫാമിലി, ഇഷ്ടം കൊണ്ട് പറയുക. എന്നും ഇന്നല്ലെങ്കിൽ നാളെ തീരും നമ്മുടെ എല്ലാം ലൈഫ്. ആ ഉള്ള കാലം എല്ലാ മക്കളുമായി സന്തോഷത്തോടെ ജീവിക്കൂ. കുഞ്ഞിൻ്റെ തിരിച്ച് വിളിക്കൂ. എന്നിട്ട് നമ്മുടെ കൂടെ ഉള്ളവരുടെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ സന്തോഷത്തോടെ അല്ലേ ഇഷ്ടം. എനിക്ക് ഇടയിൽ മലയാളം ഇംഗ്ലീഷ് വരുമ്പോൾ പിന്നെ ഇംഗ്ലീഷ് മാത്രമാകുമ്പോൾ എങ്ങനെ വായിക്കുന്നത്, ഇടയിൽ മലയാളം ഇംഗ്ലീഷ് ആകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാട്ടോ. അപ്പോൾ പറഞ്ഞു വേറെ ഒന്നുമില്ല, നമ്മുടെ കുഞ്ഞിനെ തിരിച്ച് വിളിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ അച്ചു നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടു, സന്തോഷത്തോടെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു ഒരു ദിവസമല്ലേ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് വീഡിയോയിലായിട്ട് പറയാനോ കാര്യങ്ങളോ നമുക്കൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സാഹചര്യം ഇനി അടുത്തുണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ തീർച്ചയായിട്ടും അതൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ എല്ലാവരും പറയണ പോലെ സത്യമാണ്. കുറച്ച് കാലമാണല്ലോ നമ്മൾ ഈ കുറച്ച് കാലത്ത് നമ്മുടെ മക്കൾ നമുക്ക് ചെറിയ ചെറിയ വേദന നമുക്ക് പെട്ടെന്നൊരു വിഷമം തോന്നും. അപ്പോൾ ഒരു പിണക്കം അത് നമ്മൾ വീട്ടിലുള്ളപ്പോൾ പിണങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞ് നമ്മൾ സെറ്റാവും. പക്ഷെ അവർ വേറൊരു സ്ഥലത്ത് നിന്നിട്ട് പിണങ്ങുമ്പോൾ ആ പിണക്കം മാറി കുറച്ച് താമസം എടുക്കും. ആ ഒരു താമസം ഉണ്ടായുള്ളൂ ഞങ്ങൾ ഈ ഒരു പിണക്കത്തിനും. അപ്പോൾ ആൾക്കാർ പറഞ്ഞു അതിലെഴുതിൻ്റെ ഒളിച്ചോടേണ്ടത് ഒളിച്ചോടി പോയി സ്ത്രീധനം കൊടുക്കേണ്ട വന്നില്ലല്ലോ എന്ന്. ഇപ്പം തിരിച്ച് വന്നും ചെയ്തു, സ്ത്രീധനം കൊടുക്കണമെന്നും വന്നില്ല. ലാഭം, അത് നല്ല ലാഭം. ചീത്തപ്പേര് അത് പിന്നെ അത് അതിൻ്റെയും കൂടുതൽ ലാഭം. അത് ഇങ്ങനെ എഴുതുന്നവർക്കും പറയണവർക്കും എളുപ്പമാണ്. ഈ സാഹചര്യങ്ങളിലൂടെ കടക്കാത്ത നിങ്ങൾക്ക് അത് കാണുമ്പോൾ അത് എളുപ്പമാണ്. ഇല്ല ഞാൻ പറയാം, ഞാൻ അങ്ങനെ അവളെ സ്ത്രീധനം കൊടുക്കാണ്ട് കെട്ടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഒരിക്കലും എൻഗേജ്മെൻറ്റ് അങ്ങനെ കടത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പിന്നെ അവളെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. മനസ്സിലായി? ഒരിക്കലും അങ്ങനെ ലാഭം നോക്കിയിരുന്നോളല്ല. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും അവളെ നല്ല ഭംഗിയിൽ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവളുടെ തലയെഴുത്തും ഞങ്ങളുടെ യോഗവും അതായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് ലാഭമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്റെ അച്ഛൻ ഇപ്പൊ അല്ല മരിച്ചുപോയി, അതും ലാഭമായിട്ട് കണക്കാക്കുക വെച്ചെങ്കിൽ അതും അങ്ങനെയാണ്. എന്താ ചെയ്യുക, എല്ലാം നിങ്ങൾക്ക് ലാഭം. നിങ്ങളുടെ കണ്ണിൽ എല്ലാം ലാഭമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എന്താ ഒന്നും പറയാനില്ലായിരുന്നു. നിരാശയാണ്, നോക്കണ്ട. അച്ഛൻ പോയതിൻ്റെ നിരാശ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഒരു ബലം അന്വേഷണം നഷ്ടപ്പെട്ട പോലത്തെ ഒരു ഫീലാണ് അന്വേഷണം തോന്നുന്നത്. അന്വേഷൻ്റെ എന്താ പറയുക, ഒരു വിലങ്കൈ പോയ പോലത്തെ ഒരു ഫീൽ. എന്ന് വെച്ചാൽ അച്ഛൻ എന്താണ്, അച്ഛൻ നമ്മുടെ വീട്ടിലാണോ? അല്ല, അച്ഛൻ പ്രത്യേകിച്ച് കാര്യങ്ങൾ അല്ല. അച്ഛൻ അവിടെ ഉണ്ടെങ്കിലും അവർക്കൊരു ബലമായിരുന്നു അത്. ഡയറ്റ് എടുത്തപ്പോൾ എന്തൊക്കെ ഫുഡാണ് കഴിച്ചത്, ഒരു വീഡിയോ ചെയ്യൂ. പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യാലോ. കൂടുതലും ഞങ്ങൾ കഴിച്ചിരുന്നത് കോഴിമുട്ടയും. ഭക്ഷണം കഴിക്കല് പരമാവധി നിങ്ങൾ കഴിക്കണ ഭക്ഷണത്തിന് ഒരു ഒന്നാക്കുക. അതന്നെ കൂടുതൽ ഞാൻ എല്ലാ ഫുഡും ഒഴിവാക്കിയിട്ടില്ല ഇതുവരെ. എല്ലാം കഴിക്കും. അത് കുറച്ചാൾ മാത്രം ഞാൻ ഷുഗർ നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മധുരം തീരെ, പിന്നെ വറവ് തീരെ കഴിച്ചിരുന്നില്ല. അങ്ങനെ 1-2 കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തന്നെ എല്ലാ ഫുഡും കഴിക്കും.
വളരെ കുറവാണ് കഴിക്കുക, വളരെ കുറവ് ക്വാണ്ടിറ്റിയാണ് കഴിക്കുക. നമ്മളെല്ലാ ഫുഡ് കഴിച്ച ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു, പക്ഷെ നമ്മൾ മൂക്കിനൊപ്പം കഴിക്കാണ്ട് കുറച്ച് അത് അങ്ങനെ ഫുഡ് ഇടുക, കുറച്ചിടുക, പതുക്കെ തിന്നെ കുറേശ്ശെ. അപ്പോൾ നമുക്ക് തിന്നു വരുമ്പോൾ മട്ടിപ്പ് വേഗം തിന്ന് നമുക്ക് ചോറ് പരമാവധി ഒഴിവാക്കി. മെയിനായിട്ട് ക്ഷീണായി. ഹായ് സാരി വീഡിയോകൾ എന്താണ് നിർത്തിയത്? അമ്മയുടെ ഫുഡ് റെസിപ്പി എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പണ്ടൊക്കെ പറഞ്ഞിരുന്നില്ലേ ഒരു ഹോട്ടൽ തുടങ്ങണമെന്ന്, ആ ആഗ്രഹം ഇപ്പോഴും ഉണ്ടോ? കുക്കിംഗ് വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ ഹോട്ടൽ തുടങ്ങിയാൽ അതൊക്കെ വന്ന് കഴിക്കാൻ പറ്റുമെന്ന് ഓർക്കാറുണ്ട്. ഉണ്ട് ഹോട്ടലുണ്ട്, പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഹോട്ടലിട്ടാൽ വിജയിക്കുമോ എന്നൊന്നും. പിന്നെ ഹോട്ടലൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ പറയാം, എനിക്കൊരു ഹോട്ടൽ ഇടണമെങ്കിൽ അതെനിക്ക് അതിൻ്റെ ഭംഗി പോലെ ഇടണം. ഭംഗി പോലെ വെച്ചാൽ ആൾക്കാർ, ഞാൻ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോയിരിക്കുമ്പോൾ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നീറ്റായിട്ടുള്ള സ്ഥലമാവണം, പെർഫെക്റ്റ് ഓക്കെ നീറ്റായിട്ടുള്ള സ്ഥലത്താവണം ഒരു മനുഷ്യന് ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നത്. 2, ചൂടില്ലാണ്ട് നല്ല ഫുഡ് കഴിക്കുമ്പോൾ ക്ഷീണോ ചൂടോ പരവശോ ഇല്ലാണ്ട് സുഖമായിട്ട് ഇന്ന് ഫുഡ് കഴിക്കണം. ഇങ്ങനത്തെ ഒരു ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലാണ്. അത്രയും വലിയൊരു എമൗണ്ട് ഒന്നും ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല. 2 പിന്നെ ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ പൊന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയും എന്തെങ്കിലും ബിസിനസ് ഇടണം. സാരി ബിസിനസ് ഉണ്ട്, നമുക്കത് ഇപ്പോൾ കുറച്ച് ബ്ലോക്ക് ചെയ്ത് കണ്ടേ. അന്ന് അച്ഛനും വയ്യാണ്ടായത് 3 മാസം മുന്നേ. അതിൻ്റെ അവിടെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആദ്യം അമ്മയെ സ്റ്റാർട്ട് ചെയ്തില്ല, അമ്മയുടെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ അച്ഛൻ അങ്ങനെ, പിന്നെ അച്ഛനും അമ്മയും അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കാൻ. ഇതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഒന്നും എല്ലാം വേണ്ടാന്ന് വെച്ച് നിൽക്കാൻ പറ്റും. നമുക്ക് ചിലവുള്ള കാശ് ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ കേട്ടോ. കുഞ്ഞൻ വന്ന് സ്വീകരിക്കുമോ? കുഞ്ഞിനെ എല്ലാം മറന്ന് നിങ്ങൾ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരുമോ പ്ലീസ്? ഞാൻ കൂട്ടിക്കൊണ്ടിട്ട് വന്നില്ല, എൻ്റെ മോൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ ഒത്തിരി ഹാപ്പിയിലാണ് ഇപ്പോൾ. ഞങ്ങൾ പറയാനതിൻ്റെ കാരണം പലതുണ്ട്. അപ്പോൾ കുഞ്ഞിന് വെച്ചു ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ അവർ വന്നു കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഞാൻ അവരിവിടെ വന്നു എന്നാണ്ട് വീഡിയോ ഇട്ടിട്ട് അവർക്ക് ലൈഫിൽ ഒരു പ്രശ്നങ്ങൾ വേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ അത് പലർക്കും പല നിലയ്ക്ക് ചിന്തിക്കാം കേട്ടോ. ട്രോളന്മാരിപ്പോൾ അടുത്ത് കുറച്ച് ട്രോളുണ്ട്. അതാ പറഞ്ഞത്, വന്നാലും പോയാലും ഒക്കെ മെക്കെട്ടേറാൻ എരന്ന് തിന്നണോണ്ട് തുറന്ന് തിന്നാൻ എങ്ങനെ പറയാമല്ലോ. നെക്കിയുടെ ചില്ലറ നെക്കിന്നൊക്കെ പോലെ അങ്ങനെയൊക്കെ തന്നെ. കണ്ടന്റ് ആവശ്യമില്ല, അവരെ വീഡിയോസ് കാണാറില്ല, അവരെ കണ്ടന്റ് വേണം പറയും. ആവശ്യം വന്നതൊക്കെ എടുത്ത് പ്രയോഗിക്കുമെന്ന് അറിയാം. പറഞ്ഞത് ഒരാളെ പറ്റിയിട്ടല്ല. അയാൾ പറഞ്ഞു എനിക്ക് സ്ട്രൈക്ക് തന്നു, അത് തന്നു, ഇത് തന്നു. ഞങ്ങൾ യൂട്യൂബിൽ അതുകൊണ്ട് റെഡിയാക്കി നമുക്ക് വീണ്ടും ഇത് ചെയ്യാം. പിന്നെ ഞങ്ങൾ ഇതുമ്പോൾ മെനക്കെടാണ്ടാ, എനിക്ക് നമ്മൾ മെനക്കെടാൻ നേരെ എന്തെങ്കിലും ചെയ്ത് ആർഭാടൊന്നും വേണ്ട. നിങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾ നടക്കണം, അത്ര മാത്രം. അതിനുള്ള പങ്കപ്പാടാ നിങ്ങൾ. ഒന്നും ചോദിക്കാനില്ല, ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ. താങ്ക് യു, സന്തോഷം. അമ്മ അച്ഛൻ ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കൂ. അമ്മയുടെ അച്ഛനെയും ഇനി ഒരു ഡ്രീം എന്താണെന്ന്. നമ്മൾ രണ്ടാളും ഹാപ്പി ആയിട്ടിരിക്കും. ഇനി അച്ഛനും അമ്മയ്ക്ക് എന്താണ് ഒരു ഡ്രീം? ഞങ്ങൾക്കൊരു ഡ്രീം, ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഒരു ആഗ്രഹം കടങ്ങളൊന്നുമില്ലാണ്ട് മനസ്സമാധാനമായിട്ട്, ഞാൻ പറയും കുഞ്ഞൊരു വീടായാലും ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ മനസ്സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യമാണ് വേണ്ടത്. ഇപ്പോൾ വേണ്ടത്, ഇപ്പോൾ അതിനായിട്ട് കൂടുതൽ അപ്പം നമ്മുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ ഇതന്നെ. ഞങ്ങൾ ഇപ്പോൾ ഒരു എന്തെങ്കിലും നല്ലൊരു ജോലി അതിനാണ് ഇപ്പോൾ ഏറ്റവും ലെറ്റർ തന്നെയാണ്. നല്ലൊരു ജോലി ചില ഒരു ജോലി ഇല്ല എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ടെൻഷൻ. അപ്പോൾ അതിനൊരു സാഹചര്യം ഒത്തുവരികയാണെങ്കിൽ അല്ലേ, അതന്നെ. ഞങ്ങൾക്ക് ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറി സമാധാനമായിട്ട് ഒരു രാത്രി ഒന്ന് ഉറങ്ങണം, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സമാധാനം. എത്രയോ നാളെ ഞങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടിയിട്ട്. ഇനിയിപ്പോൾ പോയി ഉറങ്ങുകയാണെങ്കിൽ പോലും മരുന്നിൻ്റെ സെഡേഷൻ മൂലം കിടന്ന് ഉറങ്ങണത്. കൊറേ ബാധ്യതകൾ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഒരുപാട് ഞാൻ എന്നോട് ഒന്നും പറയാൻ പറ്റിക്കാറില്ല. ഞാൻ ഷേബി വയനാടൻ. ഞാൻ എന്നും വ്ളോഗ് കാണാറുണ്ട്. ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിലും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാനും അങ്ങനെയാണ്. വരുന്നിടത്ത് വെച്ച് കാണാം. ഇത് കണ്ട ചെറിയ അക്ഷരങ്ങൾ ഈ ഫോൺ അങ്ങനെ വന്നാണ് എന്താണെന്ന് അറിയില്ല. ഫോണിൻ്റെ ഇത് മാറിയെടുക്കാൻ എന്താ തീരെ കണ്ണു കാണില്ല. വെച്ച് കാണാം. ദൈവം
ദൈവം കൈവിടില്ലേ, ഹാപ്പി ആയിട്ട് ഇരിക്കൂ. കുണുക്കുമോളും കുണുക്കനും എനിക്ക് ഇഷ്ടമാണ്. ചക്കര ഉമ്മ, മക്കൾക്ക് സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും. ഞാൻ ഇങ്ങനെ കുറച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ പോലെയുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലും കൊണ്ട് ഇങ്ങനെ പോണത് അല്ലേ ചേട്ടാ. ഇത് എത്ര നാൾ മുന്നോട്ട് പോകും, എങ്ങനെ പോകുന്നൊന്നും അറിയില്ല, ഇപ്പം എവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം അങ്ങനെ ജീവിതമല്ലേ അല്ലേ. ജീവിതം എന്ന് പറഞ്ഞാൽ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കുക. തട്ടിമുട്ടി നിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, തട്ടലും മുട്ടിലും മാത്രമായിട്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമാണോ, എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നോർമലി ഞാൻ പറഞ്ഞു, ഒരാൾക്ക് ഒരു 10 ഓപ്പറേഷൻ ശരീരത്തിൽ കഴിയണം, അത് തന്നെ വലിയൊരു ഇതാ. പിന്നെ വീണ്ടും പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളൊക്കെ ഒരു അതെന്തുകൊണ്ടാന്ന് എനിക്കറിയണില്ല. എന്തെങ്കിലാട്ടോ എന്നോടത്ത് വെച്ച് കാണും. ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യനെ വായിച്ചിട്ടുള്ളൂ. എനിക്കിതേ ഒരുപാട് എനിക്ക് കാണില്ല. ലൈറ്റ് കുറവാണോ? ചേച്ചിയുടെ തക്കാളി കറി ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫിഷ് കറിയുടെ ടേസ്റ്റ് തന്നെ. അപ്പോൾ താങ്ക് യു. ഞാൻ പറയില്ല, നമ്മൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങളാണെങ്കിലും നിങ്ങളത് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമ്പോൾ എനിക്കതൊരു വലിയ സന്തോഷം കേട്ടോ. എന്താ വെച്ചാൽ അത് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം എൻ്റെ ടേസ്റ്റ് അറിയില്ല, പുറമെ നിന്ന് കണ്ടിട്ട് കാര്യമില്ല. ഞാൻ പറയും, ഞാൻ ഒരു കറി ഉണ്ടാക്കി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്നത് ടേസ്റ്റും ഉണ്ട്. ഇതുവരെ അങ്ങനെ പാളി പോയിട്ടില്ല അല്ലേ ഒരു കറി. നമ്മൾ മാത്രല്ല, നമ്മളിന്ന് ഈ കറികളൊക്കെ കുറെ ശാലയിലൊക്കെ കഴിച്ചിട്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ എന്തിനാ നമ്മൾ പറഞ്ഞ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ പ്രശ്നങ്ങൾ എന്താ പറഞ്ഞല്ലോ ലാസ്റ്റ് എന്താ പറഞ്ഞെന്താ വയനാട്ടിൽ ഞാൻ വന്നത് കുഞ്ഞിൻ്റെ കാര്യമാണ് കേട്ടോ. കുഞ്ഞിന് ഇപ്പോൾ കുറച്ച് ട്രോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിൽ ഞാൻ പറഞ്ഞില്ല, പിന്നെ ചോദിച്ചു അത് അവസാനിച്ചിട്ട് അത് ലാസ്റ്റ് ഞാൻ പറയാൻ ഞാൻ കുറച്ച് ക്വസ്റ്റ്യനുകൾ ഞാൻ വായിച്ചില്ല. അപ്പോൾ കുഞ്ഞെ വരാൻ കാരണം വേറെ ഒന്നുമില്ല, കുഞ്ഞിൻ്റെ അച്ചാച്ചൻ മരിച്ചപ്പോൾ കുഞ്ഞെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വന്നു, അതിൻ്റെ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്നിട്ടാണ് അവർ പോയത്. അപ്പോൾ ഞാൻ പറയില്ലേ, നമ്മുടെ മക്കളെ കണ്ട് നമ്മൾ എപ്പോഴും 2 കഴിഞ്ഞിട്ട് അത് എന്നെ സംബന്ധിച്ച് ഞാൻ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ എൻ്റെ മക്കൾക്കറിയാം. അമ്മയ്ക്ക് ഈ ദേഷ്യവും അമ്മയുടെ ഇതും അത് എൻ്റെ ക്യാരക്ടറാണ്. എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് ഭയങ്കര ദേഷ്യം. അത് എന്തുകൊണ്ടാണെന്ന് അറിയും, നമ്മളൊരുപാട് അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ച അവരാണ് നമ്മുടെ ജീവിതം എന്ന് വെച്ച് നടക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് അവർക്ക് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടിൽ എന്നിട്ട് ആ ഒരു വിഷമമാണ് എൻ്റെ പ്രതികരണങ്ങളിൽ വരിക. അത് എന്നെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമല്ലോ പുറമെന്ന്. പിന്നെ നമ്മൾ ഏത് സാഹചര്യങ്ങളിലൂടെ പോയാലാണ് നമുക്ക് ആ സാഹചര്യം അനുഭവിക്കണ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ. പുറമെന്ന് നിന്ന് കണ്ടിട്ട് വരരുത്താൻ എല്ലാവർക്കും പറ്റും. ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയും പോയ എൻ്റെ ഓരോ കാര്യം ഞാൻ എന്നോട് പറയുമ്പോ എത്ര അതിന് ഫീൽ ചെയ്തിരുന്നില്ല സത്യമായിട്ടും. ഇപ്പൊ ഉണ്ണി അച്ഛൻ അമ്മ ഇല്ലാത്തതിന്റെ കാര്യങ്ങൾ പറയുമ്പോ എനിക്കത് അതിന്റെ ഞാനതുകൊണ്ട് എതിർപ്പല്ലാട്ടാ. ഉണ്ണിയുടെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ ഞാന് അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇന്നോണ്ട് പറ്റാവുന്ന സഹായങ്ങളല്ല ഞാൻ എനിക്ക് അത്രയും അമ്മേനെ അത്ര ഇഷ്ടമായിരുന്നു. അതെ എന്റെ അച്ഛനമ്മേനെ ഇന്നും ഞങ്ങളുടെ ഒരു യാത്രയില് അമ്മേനെ പറയാത്ത യാത്രകൾ ഞങ്ങൾക്ക് വളരെ കുറവായിരിക്കും. ഒന്നിന് കുഞ്ഞുള്ളപ്പോഴാണെങ്കിൽ കുഞ്ഞൻ പറയാൻ പൊന്നു പറയും, അല്ലെങ്കിൽ അനിയായിട്ട് പറയേണ്ട പറയും. എന്റെ അമ്മയ്ക്ക് ഈ യാത്രകൾ ഇഷ്ടപ്പെടും. ഉണ്ണിയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിലേ വണ്ടിയും കാര്യങ്ങളൊക്കെ മേടിച്ച് നമുക്ക് അവരെ കൂട്ടായിട്ട് നമുക്ക് പോവാൻ. എന്റെ അമ്മയ്ക്ക് യാത്രകളോ ഭയങ്കര ഇഷ്ടപ്പെടും. അന്നൊന്നും നമുക്കറിയാം യാത്ര ചെയ്യാനൊരു സാഹചര്യങ്ങളോ വണ്ടികളോ ഒന്നുമില്ല. പക്ഷെ ഇന്ന് അതൊക്കെ വന്നപ്പോൾ ഇന്ന് അമ്മ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പൊ അതേമാതിരി എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞാന് ഇപ്പൊ ഗൾഫിലാവുമ്പോ ഇങ്ങനെ വല്ലപ്പോഴും ലീവിന് വരുമ്പോ കാണുമ്പോഴുള്ള ഒരു അടുപ്പില്ല എന്നല്ല, എപ്പോഴും അടുപ്പുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അകലച്ച നിങ്ങളുണ്ട്, പേടി തന്നെയായിരുന്നു അച്ഛനൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞോടന്ന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഒരു കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനല്ല നമ്മുടെ വൈഫൈ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ശരിയാക്കി കുട്ടി വന്നായിരുന്നു. എന്താ പറഞ്ഞു തന്നേട്ടാ അപ്പൊ അച്ഛനെ? അല്ല എന്റെ അച്ഛൻ കുറച്ച് വിളിച്ച അതായത് എന്റെ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ഇറിറ്റേഷൻ അല്ല, എന്നോട് പറഞ്ഞില്ലേ ഞാൻ പറയുമ്പോ അച്ഛൻ്റെ അമ്മയുടെ വില അറിഞ്ഞിരുന്നില്ല. അത് അറിഞ്ഞിരുന്നില്ല. ഉണ്ണി പറയുമ്പോ എനിക്ക് എന്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോ അതിന്റെ വില അറിഞ്ഞിരുന്നില്ല. ഞാൻ പറയുന്നു കേട്ടോ, 2 ദിവസം കൂടെ അമ്മയുടെ അടുത്ത് വരാനാണ് കേട്ടോ, ഒന്ന് പോയി കാണും. ജീവിച്ചിരിക്കുമ്പോ നമുക്കറിയില്ല കേട്ടോ, നഷ്ടപ്പെടുമ്പോഴാണ് അവരെ കാണാൻ പറ്റാണ്ടാകുമ്പോഴാണ്
നമ്മളവരെ വില അറിയുക. അത് അല്ല, ഞാൻ പരമാവധി കാണാൻ ശ്രമിക്കും. പറഞ്ഞിട്ടില്ല, നമുക്ക് നമ്മുടേതായ 100,000 പ്രശ്നങ്ങളാകുമ്പോ നമുക്ക് ഒരു ഫേസ് ചെയ്യുമ്പോ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവരുത്. നമ്മള് ഓരോ കാര്യങ്ങളില് നമുക്ക് ഒരാളോട് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുമ്പോ നമുക്ക് ഒരാളോട് സംസാരിക്കാൻ നിങ്ങൾ കാണുന്ന ഒരാളെ അല്ല ഞാൻ, വീട്ടിൽ കാണുന്ന ഒരാളെ അല്ല, ചിരിച്ചിരിക്കണ എപ്പോഴുള്ളതല്ല, ഒരുപാട് ടെൻഷനുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് ഞങ്ങളുടെ ലൈഫ് സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ചിരിച്ച് കണ്ടെങ്കിലും ഒരുപാട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂട്ടുമുട്ടിക്കാൻ വേണ്ടി പങ്കപ്പാടിൻ്റെ ഉള്ളിൽ ഓടുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ ചില സമയത്ത് നമ്മൾ പകച്ചു പോകും, എന്ത് ചെയ്യുന്നു ആ പകയ്ക്കുമ്പോൾ ദൈവത്തിന് എന്ത് നമ്മൾ തന്നെ ഇപ്പൊ സത്യം പറഞ്ഞാൽ 2 ആളായി തോന്നുന്നു ദൈവസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിന് എന്തെങ്കിലും ഒരാൾക്ക് നമ്മൾ ആ സാഹചര്യം മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കേട്ടോ അങ്ങനെ സഹായിക്കണത്. നമ്മൾ വളരെ മോശമായിട്ടൊരു ഘട്ടത്തിൽ നമ്മളത് പുറം ലോകത്തേക്ക് കാണിക്കണില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ രൂപം കൊണ്ട് പറഞ്ഞാൽ അത് കാണിക്കാറില്ല. നമ്മളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി തന്നെയാണ്, പല പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോയി തന്നെയാണ്. അപ്പോൾ അനുവേട്ടന് അച്ഛൻ നഷ്ടപ്പെട്ടത് അത് ഭയങ്കരമായിട്ട് ഇപ്പോഴാണ് എന്നോട് മനസ്സിലാവണം പറയുമ്പോൾ. ഞാൻ ഇന്ന് ഞങ്ങൾ രാത്രി പറയുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കും, അച്ഛൻ പോയതിൻ്റെയും അമ്മ മരിച്ചതിൻ്റെയും. ജീവിച്ചിരിക്കുമ്പോൾ അറിയില്ല അവരെ വില, അവർ പോകുമ്പോഴാണ്, പിന്നെ അവരെ കാണാണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ അവരെ ലാസ്റ്റ് ആയിട്ട് കാണും. അല്ല, ഞാൻ ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പൊ 10 കൊല്ലൊക്കെ ആയില്ല. അപ്പൊ ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്റെ അച്ഛനെ എന്നും 10 കൊല്ലായിട്ട് എന്നും അച്ഛനെ കാണാൻ നമ്മള് പുറത്ത് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരില്ലേ, അങ്ങനെ മാത്രം കാണാം. പിന്നെ ഞാൻ ഹോട്ടലിൽ തുടങ്ങിയെന്ന് പറഞ്ഞില്ല, ആ ഹോട്ടലില് അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്യാനല്ല, എന്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണക്കാക്കാനും. അച്ഛന് ഈ ഹോട്ടലിലൊക്കെ പലരും വന്നിട്ട് വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ല. അപ്പൊ അതൊക്കെ അച്ഛന് നമുക്ക് ഈ ഫീൽഡൊന്നും അറിയില്ല. അപ്പൊ അച്ഛൻ രാവിലെ വന്നിട്ട് ഒരു ഉച്ച വരെ അച്ഛൻ അവിടെ ഇരിക്കും. ആ തിരക്കുള്ള സമയത്ത് സന്തോഷത്തിൽ ചിരിച്ചു വരും. അത് എന്താ വെച്ചാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതായത് ആരോടേലും വർത്താനങ്ങൾ എന്തെങ്കിലും നമുക്കൊരു അപ്പൊ അച്ഛനെ അറിയണ ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഉൾക്കൊള്ളണം എന്നുള്ളതിൽ അച്ഛൻ രാവിലെ മുതലേ വരും. അപ്പൊ അത് എല്ലാ കാര്യത്തിലും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അച്ഛൻ അത് ഇല്ലാണ്ടാവുമ്പോ ഇപ്പൊ ഒരാഴ്ചയായിട്ട് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥയായി. ഞാൻ എന്നും കാണുന്ന ഒരാളാണ്. മറ്റു ഗൾഫിലൊക്കെ ആകുമ്പോൾ നമ്മൾ വർഷത്തിൽ വരുമ്പോൾ ഒരു 2 മാസം 3 മാസം കാണും. ഇപ്പൊ അതല്ല, ഇപ്പൊ ഡെയിലി കണ്ടുകൊണ്ടിരുന്നിരുന്ന ഒരാള് പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി, ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇതായി. എവിടെ തിരിഞ്ഞാലും ഈ പറമ്പില് അച്ഛൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറമ്പില് ഓരോ പണികളൊക്കെ ആയിട്ട് നടക്കുമ്പോ ഞാനത് ഇങ്ങനെ നേരിട്ട് പോയി ചിലപ്പോ അച്ഛൻ അത് വിഷമത്തില് ചിലപ്പോ ഇതാവും, അച്ഛന്റെ മൈൻഡ് ചിലപ്പോ ഇതാവാണ്ട്. അപ്പൊ ഇങ്ങനെ ഞാൻ മാറിയിട്ടൊക്കെ നിന്നിട്ട് കാണുക, കാര്യങ്ങളൊക്കെ ചെയ്യും. പറ്റാവുന്ന കാര്യത്തിലൊക്കെ നമ്മള് ശാരീരികമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സാമ്പത്തികമായിട്ടൊന്നും അച്ഛൻ ഹെൽപ്പ് ചെയ്ത് അച്ഛൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാമ്പത്തികമായിട്ട് നമുക്ക് അച്ഛന് 10 രൂപ കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്റെ അച്ഛന് 7 മക്കളുണ്ടെങ്കിൽ ഈ മേടിച്ചിരിക്കണവരെന്നെ എല്ലാവരും കൈപ്പറ്റിയിട്ടില്ല. അച്ഛൻ്റെ എന്നുള്ളത് എല്ലാ മക്കളും കൈപ്പറ്റിയിട്ടുള്ളൂ. അതിന് ഏത് തരത്തിലായാലും അച്ഛൻ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഗൾഫിൽ അല്ലെങ്കിൽ ഒരു വേറെ നാട്ടിലൊന്നും പോയിട്ടല്ല, അച്ഛൻ കൃഷിപ്പണി കൽപ്പണിക്കാര് കുഞ്ഞുകൂട്ടെന്നാണ് അറിയപ്പെടുക. കൽപ്പണി ചെയ്തിട്ട് തന്നെയാണ് അച്ഛൻ കണ്ട മുതലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതും. ഇന്ന് എല്ലാ മക്കളും ഇരിക്കുന്നതും അച്ഛന്റെ പേരിലുള്ള സ്ഥലത്ത്, അച്ഛൻ തന്ന സ്ഥലത്ത് തന്നെയാണ്. അത് ഞാൻ എൻ്റെ അച്ഛൻ തന്ന സ്ഥലത്ത്, ഞാൻ മേടിച്ച സ്ഥലത്തെ വീട് അത് പലരും പക്ഷെ നമ്മൾ സ്ഥലം കിട്ടിയിട്ടും ഇല്ല എന്ന് പറയരുത്. നമ്മൾ കിട്ടിയെന്ന് പറയണത് കൈപ്പറ്റിന്ന് തന്നെ പറയണം. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പറയാം, ഇന്നും ഞങ്ങൾ ഈ ഇരിക്കുന്ന സ്ഥലം അച്ഛൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സ്ഥലമാണ്. ഇന്നും ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞങ്ങൾ അത്ര ഇതാക്കിട്ട് പറയാ, എന്റെ അച്ഛനെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഒരു കോടി ഉൾപ്പെടെ മുതലേലും എന്റെ അച്ഛൻ എല്ലാ മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അത് തീർത്തും അതായത് ഒരു കൽപ്പണിക്കാരൻ എന്നുള്ള നിലയ്ക്ക് വെച്ചിട്ട് വേണം നമ്മൾ നോക്കാം. 7 മക്കൾ അല്ല കൊടുക്കണമെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ല. അത് ഗൾഫിൽ പോയിട്ടോ അന്ന് അത്ര വലിയ ജോലി ചെയ്തിട്ടോ ഗവൺമെന്റ് ജോലി ചെയ്തിട്ടോ അല്ല.
കൽപ്പണിക്കാരൻ കുഞ്ഞുകുട്ടനാണ് അങ്ങനെ ഉണ്ടാക്കിയ മുതല് ഇന്ന് എവിടെയും എനിക്ക് ഞാൻ എപ്പോഴും പറയട്ടെ, ഞാൻ എൻ്റെ അമ്മാച്ചന് അത്ര സ്നേഹം ബന്ധമൊന്നുമില്ല, സെറ്റുകാരൊന്നുമല്ല. അതാണ് അത് ഇപ്പോഴാണ് മനസ്സിലാക്കണത്. അതായത് അച്ഛൻ അങ്ങനെ ചിരിക്കാനോ കൂടുതൽ നമ്മള് അല്ല, ഞാൻ അത്യാവശ്യം അച്ഛൻ്റെ അടുത്തേക്ക് പോവാറില്ല. അച്ഛന് വയ്യാണ്ട് അച്ഛന് സോഡിയൊക്കെ കുറയുമ്പോഴാണ് അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ പതുക്കെ പോവാൻ സംസാരിക്കാൻ. അച്ഛൻ എനിക്ക് അച്ഛൻ്റെ അമ്മയിലുള്ള വിഷമം എന്ന് വെച്ചാൽ യഥാർത്ഥ സ്നേഹം ആരുടെയാന്ന് മനസ്സിലാക്കാൻ ചില നേരത്തെ അവർക്ക് അറിയില്ല. അവർക്ക് ആരാണ് സത്യസന്ധത്തിൽ ഇവരെ സ്നേഹിക്കുന്നത്, ഏതാണ് കള്ളസ്നേഹം. ഞാൻ പൊന്നെ മുത്തേന്നൊന്ന് വിളിച്ചോണ്ട് അതൊരു സ്നേഹമല്ല. പക്ഷെ നമ്മൾ മറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റും. ഞാൻ ആരെയായാലും സ്നേഹിക്കുകയാണെങ്കിൽ അതിൽ ആത്മാർത്ഥ്യം ഉണ്ടാവും. കള്ളത്തരത്തിൽ സ്നേഹിക്കാറില്ല. ഉണ്ണിയുടെ പല വാക്കുകളും അതിന് ശരിക്കും സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ. ഉണ്ണി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും ആ രീതിയിലേ വന്നിട്ടുള്ളൂ. അങ്ങനൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ നമുക്കൊരു ക്രെഡിറ്റ് വേണം, ഇത് വേണമെന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും എന്നും പറയും, ഞാൻ അച്ഛൻ അത്ര സ്നേഹബന്ധം, ഞങ്ങൾ രണ്ടാളും അത്ര ഒരു അടുപ്പോ ഒന്നുമില്ല. പക്ഷേ നഷ്ടം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഓൾറെഡി എനിക്ക് 10-27 വർഷമായിട്ട് അച്ഛനില്ല. അവിടെ ഇപ്പോൾ ഇതൂടെ ഭാര്യയുടെ അച്ഛൻ പോകണു എന്ന് വിളിക്കാൻ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. ഇപ്പം അതും ഇല്ലാണ്ടാകുമ്പോൾ ഓൾറെഡി 10-15 വയസ്സിൽ അച്ഛാന്ന് വിളിക്കാനുള്ള യോഗ എനിക്ക് ദൈവം തന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും വഴിക്കുമ്പോൾ അച്ഛാന്നല്ലേ വിളിക്കുക. അത് അച്ഛനിക്കുന്നുണ്ട് കേട്ടോ. അത് പതിനാറിനറിയാം. ഞാൻ തല്ലുണ്ടാക്കിയെങ്കിലും തല പൊളിക്കുകയാണെങ്കിലും ഓരോ കാര്യം എന്നോട് ഞാൻ പറയാൻ കേട്ടോ, അങ്ങനെ ചെയ്യല്ല കേട്ടോ, അച്ഛൻ ഇങ്ങനെ ചെയ്യല്ല. ഞാൻ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ മറ്റുള്ളവരെ വിചാരം ഞാൻ ചേട്ടൻ അച്ഛനെ നമ്മളെ നിന്നൊക്കെ അങ്ങനെ. പക്ഷേ അതാ ചേട്ടനറിയാം. ഞാൻ ഒരിക്കലും അച്ഛനെ നോക്കുന്ന കാര്യത്തിനോ അമ്മേനെ നോക്കുന്ന കാര്യത്തിനോ ഞാൻ തടസ്സം നിൽക്കാറില്ല. ഞങ്ങൾക്ക് സാമ്പത്തികം കുറവുള്ളതിൻ്റെ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് മാറി നിൽക്കണം വന്നിട്ട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അച്ഛനും അമ്മേനെ അടുത്താൽ ഞങ്ങൾക്ക് ബില്ലടയ്ക്കാൻ പറ്റാറില്ല. അത്രയും സാമ്പത്തികം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു തേങ്ങി നോക്കില്ല. കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാനും എൻ്റെ അനുവേട്ടനും നോക്കില്ല. പക്ഷേ അതില്ലാത്ത സാഹചര്യത്തിൽ അച്ഛൻ കിടക്കുമ്പോൾ അമ്മ നമുക്ക് ബില്ലടയ്ക്കാനൊന്നും പറ്റാറൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ അമ്മ അടുത്ത് പോയപ്പോൾ അമ്മ ഇങ്ങനെ മൂകതയായിട്ട് എടുക്കുക. അപ്പം അമ്മ ഈ 4-5 ദിവസം കൂടി ഉണ്ടാവില്ല, എല്ലാവരും ബഹളം തന്നെ, എല്ലാവരും പോവില്ലേന്ന്. അതായത് അമ്മ പിന്നെ അനിയൻ്റെ ഭാര്യയും അനിയനും കുട്ടിയല്ലേ ഉള്ളൂ. ഈ തിക്കും തിരക്കും വെള്ളം. അപ്പം ഞാൻ ഇനി എല്ലാ ദിവസവും അമ്മേടെ അടുത്തേക്ക് വരാടണം, നിങ്ങൾ വരുമോ, നിങ്ങളൊരു പോക്ക് പോയപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ അനിയനോട് പറഞ്ഞു, നമ്മുടേതായ കുറെ കാര്യങ്ങളും കുറെ പ്രശ്നങ്ങളായും പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ഉള്ളിലത്തെ വിഷമങ്ങളുള്ള സമയത്ത് അമ്മയുടെ അടുത്ത് പോയിട്ട് ഇരിക്കാനോ സംസാരിക്കാനോ പറ്റില്ല. അല്ലാണ്ട് ഇതൊന്നല്ല, അമ്മയോട് ഇഷ്ടക്കുറവ് അതൊന്നല്ല, നമുക്ക് തന്നെ ഒരേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതുകൊണ്ടുള്ള കാര്യങ്ങളാണ്. എന്തെന്നെ ആയാലും ഇത്രയും പറഞ്ഞ് നിങ്ങൾ നിർത്തണം. എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്ത് തീർക്കാൻ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ സമയം 5 മണി ഉള്ളൂ, സ്കൂൾ ചോദിച്ചിട്ടേക്കാൻ പിന്നെ നമുക്ക് കുറച്ച് അടിയന്തരമാണ്, അച്ഛൻ്റെ അടിയന്തരമാണ് ശനിയാഴ്ച. ഇനി അച്ഛന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല. അപ്പോൾ ഈ ഉള്ള കാര്യങ്ങളും ഭംഗി പോലെ നടക്കട്ടെ അല്ലേ, നമുക്ക് പോയിട്ട്. അപ്പോൾ ഞങ്ങൾ ക്ഷണിക്കാൻ പോവാം. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ. ബായ്.